നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാന്താക്ലോസ് ആണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു സാന്താക്ലോസ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന സാന്താക്ലോസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയായ സ്റ്റെപ്പിലൂടെ നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാം. സാന്താക്ലോസിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു A4 സൈസ് പേപ്പറാണ്. ഏത് കളറാണേലും കുഴപ്പമില്ല. പിന്നെ നടുക്കോട്ട് മടക്കുക, നടുക്ക് ഭാഗം വെച്ച് മടക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യം മടക്കി ലെവലിൽ മടക്കുക. പിന്നീട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ മടക്കണം. എന്നിട്ട് നമ്മളിതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ ഒരു 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. സ്കെയിലിൽ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കുകയാണ്. 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 10 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ കത്രി ഉപയോഗിച്ച് ഈ മാർക്കുകളിലൂടെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഷേപ്പിൽ കൂടി ഇതിനെ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതിനെ നമ്മളൊരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഇതിന് നടുക്ക് വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇതിനെ ഒരു കോൺ ഷേപ്പിലോട്ടാക്കിയെടുക്കും. അളവിൽ ഇനി നമ്മൾ ഒരു 6 സെൻറ്റിമീറ്റർ അളവിൽ നമുക്കിതിനെ ഇങ്ങനെ മടക്കി ഇനി ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് കൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നില്ല, നമ്മളിരിക്കുന്ന ഏത് വശം വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. ഈ ഷേപ്പിലോട്ട് ഇനി മാറ്റിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് നിറത്തിലുള്ള A4 ഷീറ്റ് എടുക്കുക. ഇനി ഇതിൽ നമ്മളൊരു അളവ് മാർക്ക് ചെയ്യണം. അതായത് ഇതിനെ നമ്മൾ 24.5 × 11 എന്ന് പറയുന്നൊരു അളവിലേക്ക് മുറിച്ചെടുക്കുക. അതായത് ഈ സൈഡ് 24.5 ഉണ്ട്. പിന്നെ നമ്മളിതിനെ ഒരു 11 സെൻറ്റിമീറ്റർ എഴുതി മാർക്ക് ചെയ്യുക. ഇവിടെയും 11 സെൻറ്റിമീറ്റർ അളന്ന് മാർക്ക് ചെയ്യുക. സോ ഇത് രണ്ടും കൂടെ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വഴി നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റും. ഇതുപോലെ നമ്മൾ ഈ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മുമ്പ് ഇതുണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വന്നൊരു ഭാഗമുണ്ടല്ലോ, അത് ഇതിലോട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പ് എടുത്ത് ഇവിടെയും ഇവിടെ ഒട്ടിക്കുക. ഇനി ഒട്ടിച്ചതിന് ശേഷം ഇനി ഈ ഭാഗം വഴി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റും.
ഇപ്പം അങ്ങനെ 2 പീസായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ റെഡ് പീസാണ് ഇപ്പോൾ ആദ്യം ആവശ്യമുള്ളത്, അതെടുക്കുക. മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോണ് ഈ ഷേപ്പിലോട്ട്, ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ രീതിയിൽ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങ് ഒട്ടിച്ചെടുക്കുക. ഈ രീതിയിൽ തന്നെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഈ ചാടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കത്രി ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ഈ കോട്ടൺ പഞ്ഞിയില്ലേ, അത് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കോട്ടൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഷേപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഷേപ്പിൽ നമ്മളിത് ഒട്ടിച്ചെടുത്ത് റെഡിയാക്കും. ഇനി ആ കോട്ടൺ പീസ് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ അളവിൽ ഒരു പീസ് മുറിച്ചെടുക്കുക. ഗ്ലൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടെ ഒട്ടിച്ച് വെക്കുക. ഈ ഷേപ്പിലേക്ക് നമ്മളിതിനെ ഒട്ടിച്ച് മാറ്റുക. അടുത്തതായി ഓറഞ്ച് നിറത്തിലുള്ള A4 പേപ്പർ എടുക്കുക. 3x4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുക. ആ പീസിൽ നിന്ന് 3x4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാൻ പോകണം. ഈ പോർഷൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതിനെ ഇങ്ങനെ ഒട്ടിക്കുക. ഈ രീതിയിൽ നന്നായിട്ട് ഒട്ടിക്കുക. ഇനി ഒരു കോട്ടൺ പീസ് എടുത്തിട്ട് ഈ രീതിയിൽ ഈ ഷേപ്പിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ താടിയുടെ ഷേപ്പിൽ ഈ ഈ ഈ ഒരു മാർക്കിലൂടെ ഇതിനെ കട്ട് ചെയ്തെടുത്ത് മാറ്റും. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ വെച്ചിങ്ങനെ വെച്ചിട്ട് ഗ്ലൂ ചെയ്യും. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ താടി ഫിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ക്രിസ്മസ് ഫാദറിന് മീശ വെക്കാൻ പോവുകയാണ്. ഈ ഷേപ്പിൽ നമ്മളൊരു മീശ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ആ താടിയുടെ മുകളിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് പിടിപ്പിക്കുന്നു. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീശ അവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മീശ ഫിക്സ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ക്രിസ്മസ് ഫാദറിന് കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. കറുത്ത പെന്ന് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്ത് കണ്ണ് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ നമ്മളിതിന് കണ്ണ് വരച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഫാദറിൻ്റെ തലയിൽ വയ്ക്കുന്ന ക്യാപ്പാണ്. ക്രിസ്മസ് ഫാദറിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് 12x6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെഡ് നിറത്തിലുള്ള
A4 ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഈ പേപ്പറിനെ നമ്മൾ നടുക്കായിട്ട് ഇതുപോലെ മടക്കുക. എളുപ്പത്തിൽ മടക്കിയതിന് ശേഷം ഒരു കത്രിക എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ ചുരുട്ടി ഈ ഷേപ്പിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൈഡും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഗ്ലൂ ചെയ്തതിന് ശേഷം ഇതിവിടെ ഒട്ടിച്ചതിന് ശേഷം സാന്താക്ലോസിൻ്റെ ക്യാപ്പായിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഫിറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലെ കുറച്ച് പഞ്ഞി എടുക്കുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ ക്യാപ്പിൻ്റെ ചുറ്റുമായിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്ലൂ ചെയ്തിട്ട് റൗണ്ടിൽ ഇതുപോലെ റൗണ്ട് ഒട്ടിച്ച് കൊടുക്കുക. അടുത്തതായി ഇതുപോലെ ഒരു മുത്തെടുത്തിട്ട് മുത്തിൽ ഗ്ലൂ ചെയ്ത് സാന്താക്ലോസിൻ്റെ മൂക്കായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ മൂക്കായിട്ട് ഒട്ടിക്കുക. അത്യാവശ്യം ഷേപ്പിൽ സാന്താക്ലോസ് ആയിട്ടുണ്ട്. അടുത്തതായി പച്ച നിറത്തിലുള്ള ഒരു A4 ചെറിയ കഷ്ണം ഒരു 3x2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് വെച്ചിട്ട് നമ്മളൊരു ഇലയുടെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ഷേപ്പ് നമ്മൾ പേന വെച്ച് വരച്ചിട്ട് ഇതിൽ വെട്ടിയെടുക്കുക. തൊപ്പിയിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതിനെ ഗ്ലൂ ചെയ്ത് ക്യാപ്പിൽ ഒട്ടിക്കുക. ഒരു പൊട്ടിൻ്റെ വലുപ്പത്തിൽ റെഡ് നമ്മളിതുപോലെ എടുക്കുക. അത് ഇതുപോലെ ഗ്ലൂ ചെയ്ത് ഇതുപോലെ ഒട്ടിക്കുക. ഈ ഭാഗത്ത് ഈ ക്യാബിന് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അവിടെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഗ്ലൂ ചെയ്തിട്ട് ബോൾ ഇതിലോട്ടങ്ങ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 2 കൈ ഉണ്ടാക്കുകയാണ്. അടുത്തായി നമ്മൾ സാന്താക്ലോസിന് കൈ ഉണ്ടാക്കേണ്ട നമുക്ക് ആവശ്യമുള്ള ഒരു റെഡ് നിറത്തിലുള്ള ചാർട്ട് പേപ്പറിൻ്റെ ഒരു 4 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പേപ്പർ എടുക്കുക. ഇതിനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഇത് 2ആയിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഒരു കൈ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇതിനെ ഇതുപോലെ ചുരുട്ടി ഈ മടക്കിയെടുക്കുക. അതായത് ഒരു വശം കുറച്ച് വീതി കൂടിയത് പ്രദേശം വീതി കുറഞ്ഞ രീതിയിൽ ഇതിനെ മടക്കിയെടുത്ത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഈ 2 ഇതേ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനുള്ളിൽ 2 കോട്ടൻ്റെ 2 പഞ്ഞി ഇതിലൂടെ കയറ്റി വെക്കാനാണ്, കൈക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇതുപോലെ കോട്ടൻ്റെ 2 പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ കൈയുടെ ഈ ഭാഗത്ത് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ജസ്റ്റ് കയറ്റി വെക്കുക. ഇതുപോലെ കുറച്ച് വെളിയിലോട്ട് കാണുന്ന രീതിയിൽ രണ്ടിനും അതുപോലെ ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇനി ഓരോന്നിനും എടുത്ത് ഇതിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം
ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ ഇവിടെ ഈ കൈയുടെ സാന്താക്ലോസിൻ്റെ കൈയായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുക. കാണാം, സെയിം അതേ പ്രോസസ്സ് തന്നെ ഇപ്പോഴത്തെ സൈഡിലും. അടുത്ത ഭാഗം എടുത്തതിന് ശേഷം അതൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് സാന്താക്ലോസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സാന്താക്ലോസ് പൂർത്തിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാന്താക്ലോസാണ്. നമുക്കിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്കൊരു ഹോം ഡെക്കറായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.